നീ വൈറലാവും ഞാൻ കാരണം എങ്ങനെ ഞാനിപ്പോ എന്താ അതൊക്കെ വയറ്റിക്കില്ലേ പോണേ. എങ്ങനെയുണ്ട്? ഹേ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്മസ് ആണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു നോർമൽ ഡേ പോലെയാണ്. ഇന്ന് വീട്ടിൽ പാരൻസ് ഒന്നുമില്ല, ഞാനും എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ, പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവയും. അപ്പം എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ ഒന്നും പറയില്ല, ഇന്നത്തെ ഒരു ദിവസം എ ഡേ ഇൻ അവർ ലൈഫ് അത്ര തന്നെ. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാം. ഇന്ന് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ആൻഡ് ക്രിസ്മസ് പ്രമാണിച്ച് എന്നൊക്കെ പറയാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യത്തിൽ ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കുക കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ ഡേ അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ പോയി കണ്ടിട്ട് വാ. കുറേ നേരമായി ഞാൻ ഒരാളെ എണീപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, ഒരു രക്ഷയില്ല. ആമി 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 എണീറ്റ സമയം എത്രയെന്നറിയോ? ഒന്ന് എണീറ്റ്. ബോധമില്ലാണ്ടോട്ട് കിടന്നുറങ്ങണ. ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടോ, അതാണ് ഇത്രയും ഒരു ഉറക്കം. സാധാരണ അവൾ നേരത്തെ എണീക്കലുണ്ട്. ഇന്നലെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ക്രിസ്മസിൻ്റെ തലേന്ന് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടില്ല എല്ലാവരും വീഡിയോ ഒക്കെ. അത്രയും അടിച്ച് പൊളിച്ച് അങ്ങനെ ഭയങ്കര ടയേർഡായ ആൾ, അതാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ. അപ്പം ഗൈസ് ഇന്ന് ക്രിസ്മസാണ്. സത്യം പറഞ്ഞ പണ്ടൊക്കെ ക്രിസ്മസ് ഭയങ്കരമായിരുന്നു. ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകുന്നു, അങ്ങനെ ഭയങ്കര ആഘോഷമായിരിക്കും. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. അപ്പം ഇന്നത്തെ ഒരു ക്രിസ്മസ് ഡേ നമുക്ക് കണ്ടാലോ? ഒന്നുമില്ല, നമുക്ക് കാണാം. ഇവിടെ അച്ഛയമ്മ ഇല്ല കേട്ടോ, അവർ അമ്മ ഒന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ കുഞ്ഞാമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊന്ന് എന്താ പറയുക, നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് നടക്കുമെന്നറിയില്ല. ചേച്ചി നല്ല ഉറക്കാനോട്ട് എണീറ്റിട്ടില്ല. ഹലോ ഗുഡ് മോർണിംഗ്. എണീക്കണില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയാണ്. അപ്പം നമുക്ക് കഴിച്ചാലോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുക്കിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ എൻ്റെ അമ്മയുടെ എഫേർട്ടാണ് കേട്ടോ. ഇതിലെനിക്ക് യാതൊരുവിധ പങ്കുമില്ല. എൻ്റെ അമ്മയ്ക്ക് ഈ ചെടികൾ, കൃഷി ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ക്രേസാണ്. ആ ക്രേസൊന്നും സത്യം പറഞ്ഞ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് അത്രയും ഇഷ്ടമാണ്, ഒബ്സസ്ഡാണ് അമ്മ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ? കരയോ? ഞാൻ കരയുന്നില്ല. വൈ എങ്ങനെ അരിയാന്ന് പോലും അറിയാണ്ടാണോ അവിടേക്ക് വന്നിരിക്കണേ? സവാള അരിഞ്ഞോണ്ടിരിക്കുക. സവാള അരിയല്ല, സവാള ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു കത്തി വെച്ചിട്ട്. ഞാൻ അരിഞ്ഞാ മതിയാ, അതല്ലേ നല്ലത്. എന്നാലും സവാള സവാളയുടെ ഒരു അവസ്ഥ ഇട്ടോ. നീ വൈറലാവും ഞാൻ കാരണം. എങ്ങനെ ഞാനിപ്പോ എന്താ അതൊക്കെ വയറ്റിക്കില്ലേ പോണേ. നമുക്കത് അത്ര വലിയ കലാപരമായിട്ടൊന്നും അരിയൊന്നും വേണ്ട എന്നാലും. അപ്പോൾ ചേച്ചി അവിടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പത്തിന് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ. 2000 years later. ഗൈസ്, ഇവിടെ ഒരാൾ സവാള അരിയാൻ തുടങ്ങിയിട്ട്
10 മണിക്കൂറായി. ഇപ്പൊ കത്തിക്കായി കുറ്റം, അങ്ങനെ ഓരോന്നിനും. സവാളയുടെ തൊലിക്കായി കുറ്റം. സവാള അരിയാൻ അറിയില്ല എന്ന് പറഞ്ഞ പോലെ ബാക്കിയുള്ള. അതെ അതെ അതെ, കണ്ടു. ഗൈസ്, അപ്പൊ ചേച്ചി സവാള അരിയാൻ വേണ്ടിട്ട് 1 മണിക്കൂറോളം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അപ്പത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പട്ടിണി എടുക്കേണ്ടി വരും. ഗൈസ്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഗൈസ്, നിങ്ങളിത് അറിയണം. ഇത്ര നേരം ഒരാള് സവാള അരിഞ്ഞോണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ സൈഡ് ഉപയോഗിച്ച്, മൂർച്ചയില്ലാത്ത ഈ ഭാഗം, അപ്പുറത്തെ സൈഡ്. കാണണ്ടേ വ്യക്തിയെ? ഇടാ, എല്ലാരും കാണട്ടെ, ആ വ്യക്തിനെ എല്ലാരും കാണാം. ചേച്ചി പറഞ്ഞ ഈ കത്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് നോക്കാം. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അപ്പം ഇതൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ടുള്ളത് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഇതിൽ നമ്മൾ ഒരു തക്കാളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അരി അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ എടുത്ത് അതിലോട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യണം. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം ആഡ് ചെയ്ത് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യണം നന്നായിട്ട്, എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ. പിന്നെ ആവശ്യത്തിന് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച സവാള, ചെറിയുള്ളി, ചതച്ച ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. പിന്നെ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യണം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് 2 വിസിൽ ആവണ്ട, 1 വിസിൽ കഴിഞ്ഞ് 2ാമത്തെ വിസിൽ ആവുമ്പോഴത്തേനും നമ്മളത് ഓഫ് ചെയ്യണം. അപ്പം ഡാൻസ് ഇല്ലാണ്ട് നമുക്കൊരു ജീവിതമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പണി കിട്ടി. കുക്കറിൻ്റെ വിസിൽ അടിയുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുക്കർ ഇപ്പം മാറ്റി പിടിച്ചിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല, ഫുൾ പണിയായിരുന്നു. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു കുക്കർ ശരിയാക്കാൻ, പക്ഷെ ഒട്ടും വിസിൽ വരുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ പണി കൂടി കിട്ടി. ഗ്യാസ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ബാക്കി ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും ഗൈസ്, നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറി വേറെ ലെവലായിരുന്നു. ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പ്രവാസികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പം ഇതാ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അഭിപ്രായം ചോദിക്കാം ചേച്ചിയോട്. എങ്ങനെയുണ്ട്? സീരിയസ് ആയിട്ട് താങ്ക് യു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു, കളിച്ചു, വീഡിയോ എടുത്തു. പക്ഷേ അത് വർക്കായില്ല. ഇന്ന് ഫുൾ പണിയായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി. ചേച്ചി കുറച്ച് മുമ്പ് തന്നെ പോയിട്ട് ഞങ്ങൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അച്ഛനും അമ്മയും വന്നു അപ്പത്തിനും. പിന്നെ കുഞ്ഞാവളുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. നമ്മളതിൻ്റെ ഇടയിലാണ് ഈ ഷൂട്ടും കാര്യങ്ങളും ചെയ്യണം. അവൾ ഉറക്കണം, അവൾക്ക് ഫുഡ് കൊടുക്കണം, അങ്ങനെ അതിൻ്റെ ഇടയിലാണ്. പക്ഷെ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്തു. ചേച്ചി നല്ല വൈബാണ്. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇടാം. അപ്പം ഓക്കെ.
അപ്പം അതാ എൻ്റെ സ്വത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ എനിക്കും കിടന്ന് ഉറങ്ങാൻ തോന്നി, അവളെ കെട്ടിപ്പിടിച്ചിട്ട്. ഞാനും പോയി കിടന്ന് ഉറങ്ങട്ടെ, ഞാൻ ഭയങ്കര ടയേർഡാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം എഡിറ്റിങ്ങിലും പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.